ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് ഒരു വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് വന്നതല്ല കേട്ടോ. യൂട്യൂബ് തുടങ്ങിയപ്പോൾ തന്നെ നെഗറ്റീവ് അടിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ആകപ്പാടെ 2 കമൻറ്റും 2 ലൈക്കേ ഉള്ളൂ. വെറുതെ അതെങ്കിലും നല്ല പോസിറ്റീവായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ ഓരോന്നൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ എന്താ ചെയ്യുക, ഈ ഒരു ലിഫ്റ്റ് കിട്ടപ്പോൾ പക്ഷെ എൻ്റെ പൊന്നോ എനിക്കറിഞ്ഞൂടാ. ചേച്ചി കൈ കൊണ്ടിടാതെ ബ്രഷ് കൊണ്ട് ഇടുമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ എനിക്കറിയാവുന്ന പോലെയല്ലേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല. ഞാനിപ്പോൾ തന്നെയാണ് ലിഫ്റ്റിക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയേക്കുന്നത് തന്നെ. ഞാൻ മേക്കപ്പ് കഴിഞ്ഞ് ഞാൻ ഉപയോഗിക്കത്തൊന്നുമില്ല കേട്ടോ. ഞാൻ കൂടിപ്പോയാൽ കണ്ണെഴുതും, ഒരു പൊട്ട് തൊട്ട് അത്രയേ ഉള്ളൂ മുന്നേ കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ഈ ലിപ്സ്റ്റിക് കൂടെ അടിച്ച് കിട്ടാൻ തുടങ്ങിയത്. അല്ലാതെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറില്ല. അപ്പോൾ ഞാൻ കറൻറ്റ്ലി ഉപയോഗിക്കുന്നത് മെബ്ലിൻ്റെ ഈ ഒരു ഷെയ്ഡ് കേട്ടോ. അപ്പോൾ എനിക്കത് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാനിന്ന് ബ്രഷ് വെച്ചിട്ട് ഇട്ട് കാണിക്കാം. ഇതിനെ തുറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് ഇട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് കൈ കൊണ്ട് ഇടുമെന്ന് പറഞ്ഞിട്ട് ആരും കമൻറ്റ് ഇട്ട് വരരുത്. അപ്പോൾ ഈ കമൻറ്റ് ഇട്ടവർക്ക് ഈ ഒരു വീഡിയോ അവർക്കൊരു സന്തോഷമായിട്ട് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഐശ്വര്യത്തോടെ ബ്രഷ് മാറി വെച്ചിട്ടിടാം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ലിപ്പ് മൊത്തവും കവർ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ബ്രഷ് കൊണ്ട് തന്നെയാണ് കേട്ടോ, കൈ ഉപയോഗിക്കുന്നേ ഇല്ല. ഇനിയിപ്പോൾ കൈ ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വരരുത്. ഇനിയിപ്പോൾ ബ്രഷ് ഉപയോഗിച്ചും കമൻറ്റ് വരുമോ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കറൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് കേട്ടോ. എനിക്കത് പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, ഓവറായിട്ട് അടിച്ചാലൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്ത് തന്നെ ഇത് മൊത്തവും കറക്റ്റായിക്കോളും. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. എൻ്റെ ഷെയ്ഡ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, എനിക്കത് പേഴ്സണലി ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ സ്കിൻ ടോണിനും പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് വേറെ ഒന്നും മേക്കപ്പും കാര്യങ്ങളൊന്നും ഇട്ടില്ലെങ്കിലും ജസ്റ്റ് ഈ ലിപ്പ് മാത്രം എനിക്ക് അടിച്ചിട്ട് കണ്ണെഴുതി പോയി കഴിഞ്ഞാൽ കറക്റ്റാവും. എനിക്ക് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വന്ന് നെഗറ്റീവ് ഇടല്ലേ മക്കളെ. നെഗറ്റീവ് ഇട്ടോ കുഴപ്പമില്ല, ഇട്ടോ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോട്ടോ. പാവങ്ങളല്ലേ, ജീവിച്ച് പോട്ടെ. ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ, ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. എന്നാലും കുഴപ്പമില്ല മക്കളെ, ഞാൻ ഇനിയും വീഡിയോസ് ഇടും. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. ഇനി ഇത് റിമൂവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ലിപ്പില്ലേ, ഇത് തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോയിട്ട് എന്തായാലും ഇതൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ചിട്ട് വരാം. ഇത് നമ്മൾ വെള്ളം തൊട്ട് കഴിഞ്ഞാൽ പോകും കേട്ടോ. ഇത് വെള്ളം തൊട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകും. അല്ലാതെ നമ്മളെ കൈ കൊണ്ട് റബ്ബ് ചെയ്താലോ അങ്ങനെ ഒന്നും ചെയ്താൽ പെട്ടെന്ന് പോകില്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇട്ട് കാണിക്കും, ഇതിനി ഇട്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈപ്പ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോകും കേട്ടോ. കംപ്ലീറ്റ് ഷെയ്ഡ് പോകും. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആ പൊട്ട് തന്നെ വാങ്ങിയിരിക്കുന്നത് എൻ്റെ പൊന്നോട് ചൂട് സഹിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേർത്തിട്ടാണ് എൻ്റെ പൊന്നോ. വെളിയിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അകത്തിരുന്നാലൊന്നും വെട്ടമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്ക് എൻ്റെ മോനെ നോക്കുന്നുണ്ടോ, ഞാൻ തിരിഞ്ഞ് നോക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിടാം. ഇതിട്ടിട്ട് ഇത് എന്താ പറയുക, എനിക്കങ്ങോട്ട് ഷെയ്ഡ് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. പക്ഷേ അന്ന് കിട്ടിയപ്പോൾ ഞാൻ കൈ കൊണ്ട് ഇട്ടതിൻ്റെ പൊന്നോ ഇങ്ങനെ കമൻറ്റ് വരുമോ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും അത് ഇട്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ഞാൻ ബ്രഷ് കൊണ്ട് തന്നെ ഇടുക കേട്ടോ. ഞാൻ കൈ കൊണ്ട് യൂസ് ചെയ്യുന്നില്ല, ഞാൻ ബ്രഷ് കൊണ്ട് തന്നെ ഇടുക കേട്ടോ. ഇനി അതിനുള്ളൊരു വിഷമം മാറിക്കിട്ടെ വിചാരിച്ചിട്ട് ഞാൻ ബ്രഷ് കൊണ്ട് തന്നെ ഇടും. കണ്ടില്ല, എനിക്ക് ഈ ഷെയ്ഡ് അങ്ങോട്ട് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഫുൾ കവർ ചെയ്യും. ഇതും നമ്മൾ വൈപ്പ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം റിമൂവ് ആവും കേട്ടോ. പക്ഷേ ഒരു ചെറിയൊരു ടിൻറ്റ് നമ്മുടെ ലിപ്പിലുണ്ടാവും. ആ ഗ്ലോസി ഫിനിഷ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് നമ്മൾ എങ്ങനെ ചെയ്താലും അത് റിമൂവ് ആവും. അല്ല, ആ കളറിൻ്റെ ടിൻറ്റ് അതിന് തന്നെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ ലിപ്പിൽ തന്നെ ഉണ്ടാവും. അത് കുറച്ചൊക്കെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതെന്തായാലും എനിക്ക് ഇതിൽ ഈ കളർ മാച്ച് ആവാത്തതുകൊണ്ടാണ് പ്രശ്നം. അല്ല, ഇത് എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ ഈ സംഭവം. എനിക്ക് എന്തായാലും എൻ്റെ ലിപ്പിൽ അത് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. അപ്പോൾ പിന്നെ കണ്ടില്ലേ, ഇതിപ്പോൾ എന്തോ ഒരു കോലം പോലെ ഇല്ല ദൈവമേ, കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ ലിപ്സ്റ്റിക്ക് അടിപൊളിയാണ്. എനിക്ക് ആ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അന്ന് ഞാൻ കൈ കൊണ്ടിട്ടെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഡാർക്ക് ഷെയ്ഡ് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷേ എന്തായാലും കണ്ടില്ലേ, എൻ്റെ ലിപ്പിൽ എനിക്ക് അങ്ങോട്ട് അത്ര കാണില്ല. കാരണം ചുണ്ടടയ്ക്കുന്ന പൊട്ടിയിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് നല്ല കളർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്കിത് ഒട്ടും താല്പര്യമില്ല. ഇതിന് വേറെ കളറായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്. ഏതായാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ നോക്കിയിട്ട് പറയാം കേട്ടോ, നിങ്ങൾ ഈ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത് മറ്റേതാണോ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ മറ്റേ ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്തേട്ടോ. ഇനി നിങ്ങളുടെ വിഷമം പറഞ്ഞുകൊണ്ട് വരണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ ഷെയ്ഡ്. എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടമല്ല കേട്ടോ. എന്തോ പോലെ ഉണ്ട്. ആ ഒരു ഗ്ലോസി ഇല്ലെങ്കിൽ എനിക്ക് മാറ്റിനോട് എനിക്ക് ആ രീതിയിലുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര താല്പര്യം. ഗ്ലോസി ഐറ്റംസ് ആയിട്ടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ചിലപ്പോൾ മറ്റേത് ഇട്ടിട്ട് ശീലമായതുകൊണ്ടായിരിക്കാം. ഏതായാലും വലിയ കുഴപ്പമില്ല, എനിക്കിങ്ങോട്ട് ഇതാവുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയട്ടോ, ഏതാ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത്. അപ്പോൾ മറ്റേതാണോ ഇതാണോ നല്ലതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കൂടെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വരാം. ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരില്ല എൻ്റെ മക്കളെ, എനിക്ക് വയ്യ. അയ്യോ, യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതലേ നെഗറ്റീവ്, എന്തിനാണോ എന്തോ. അപ്പോൾ ഇതാണ് എൻ്റെ ഷെയ്ഡ്. എങ്ങനെയുണ്ട് മക്കളെ, കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. കൂടെ
സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ.